പൊതുവെ കേൾക്കുന്ന ഒരു പരാതിയാണ്. അതായത് ഞാൻ ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് അപ്ലൈ ചെയ്തു, പക്ഷേ എന്നെ ആരും വിളിച്ചിട്ടില്ല. എൻ്റെ CV ഇതുവരെ ആരും കൺസിഡർ ചെയ്തിട്ടില്ല. ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ ചിലപ്പോൾ എനിക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ ഇൻ്റർവ്യൂവിന് ഒരു കോൾ പോലും വരുന്നില്ല. ഇതിൻ്റെ കാരണം, അതിനുള്ള പരിഹാരം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു ഹോട്ടൽ നടത്തുന്ന ആളാണ്. നിങ്ങൾക്ക് കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരാളെ ആവശ്യമുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി ആളുകളോട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ കുറേ പേര് അപ്ലൈ ചെയ്തു. അതിനകത്ത് ചിലർ എഴുതിയിരിക്കുന്നു, അതായത് എനിക്ക് എല്ലാ ഫുഡും ഉണ്ടാക്കാൻ അറിയാം, ഞാൻ വിദഗ്ധനാണ് എന്ന് എഴുതിയിരിക്കുന്നു. കുറേ പേര് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ. വേറൊരാൾ എഴുതിയിരിക്കുന്നു, ഞാൻ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ എക്സ്പേർട്ടാണ്, എനിക്ക് 15 വർഷത്തെ എക്സ്പീരിയൻസ് ഈ കോഴിക്കോടൻ ബിരിയാണി ഉണ്ടാക്കിയുണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾ ആരെയായിരിക്കും ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്? ആദ്യം ഉറപ്പായിട്ട് രണ്ടാമത്തെ വ്യക്തിയായിരിക്കും അല്ലേ? കാരണം എന്താണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കില്ല് പുള്ളി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടിപ്പ്. നിങ്ങളെപ്പോഴും ഈ CV ഉണ്ടാക്കും, അല്ല റെസ്യൂമെ ഉണ്ടാക്കുമ്പോൾ ഒരു കോമൺ ആയിട്ടൊരു റെസ്യൂമെ ഉണ്ടാക്കി എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത്. ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ള ആ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് അതനുസരിച്ച് വേണം നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യാൻ. അതിൻ്റെ അർത്ഥം എന്താണ്, ഓരോ ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങളുടെ CVയിൽ വ്യത്യാസം വരുത്തണം. എവിടെ വ്യത്യാസം വരുത്തണം? ഫോർ എക്സാമ്പിൾ, നമ്മൾ റെസ്യൂമയുടെ ഏറ്റവും മുകളിലായിട്ട് സ്കിൽസ് എന്ന് പറഞ്ഞൊരു സെഷൻ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. ആ സ്കിൽസിൻ്റെ അവിടെ ഞാൻ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വിദഗ്ധനാണ്, എനിക്ക് 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യാം. ഇനി നമ്മൾ സാധാരണ CV ഉണ്ടാക്കുമ്പോൾ ഏറ്റവും മുകളിൽ ഓബ്ജക്റ്റീവ് എന്ന് എഴുതാറുണ്ടല്ലേ, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ആരും മൈൻഡ് ചെയ്ത് പോലുമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ CVക്കകത്ത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതൊക്കെ എടുത്ത് കളയണം. അടുത്ത 5 വർഷം കൊണ്ട് ഞാൻ ഇന്നതാകാൻ ആഗ്രഹിക്കുന്നു, ഇതൊന്നും ആരും ബോധേടില്ല, മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെ എടുത്ത് കളയേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ സ്കിൽസാണ്, അത് മെൻഷൻ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കായിരുന്നു. ഈ ടിപ്പ് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്, അവരെയൊക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ CV റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഇപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് CV എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് റിവ്യൂ ചെയ്യുന്നതാണ്. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഇറ്റ്. ഗോഡ് ബ്ലെസ് യു.